ഗാന്ധിജിയുടെ ഭാഷാ നയമാണ് ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിതമായ താല്പര്യം അന്ധവിശ്വാസമാണ്. മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ്. മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള പഠനം അത് ഒരു ദേശീയ ദുരന്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാകാത്ത ഭാരമായി അത് തീരും. അവരെ കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കും. സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റാത്തവരാക്കി മാറ്റും. തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്നിവേശിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റും. കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും. നാട്ടുഭാഷയുടെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഈ ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള വിദ്യാഭ്യാസം അതിന് നിരവധി കോട്ടങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. തങ്ങളുടെ ഭാഷയെ നാട്ടുഭാഷകളെ അത് ഇല്ലാതെയാക്കും. കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം അവരെ വിദേശികളാക്കി മാറ്റും. വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാവാത്ത ഭാരമായത് മാറും. അപ്പം അന്യഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായിരിക്കുമെന്നാണ് ഗാന്ധിജി പറയുന്നത്. അന്യഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായി തീരും. മാതൃഭാഷയ്ക്ക് പകരം വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ്. ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന വാദത്തെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. അപ്പം ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിച്ചിട്ടുണ്ട്. ഈ വാദത്തെയാണ് ഗാന്ധിജി ഇവിടെ തള്ളിക്കളയുന്നത്.